أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين गुज़श्ता तकरीबन एक माह से ज़्यादा अरसा यूरोप के मुख्तलिफ ममालिक ഒരു മാസത്തിൽ കൂടുതലായി जिसमें जर्मनी, नॉर्वे, യൂറോപ്യൻ പര്യടനത്തിലായിരുന്നു. बेल्जियम वगैरह शामिल थे. ജർമ്മനി, നോർവേ, ഹോളണ്ട്, ഡെൻമാർക്ക്, ബെൽജിയം എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ സന്ദർശന വേളയിൽ अल्लाह के फजल देखे हमेशा की तरह ഓരോ നിമിഷവും അള്ളാഹുവിന്റെ അനുഗ്രഹം ദർശിക്കാൻ സാധിച്ചു. ജമാഅത്തിനകത്ത് വിശ്വാസവും ആത്മാർത്ഥതയും കൂറും ദർശിക്കാൻ സാധിച്ചതുപോലെ गैरों അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ और गैरों की അന്യരിൽ के साथ ജമാഅത്തിന്റെ സ്വാധീനവും के जमात के साथ അവർക്ക് ജമാഅത്തുമായുള്ള ബന്ധം की कोशिश വർദ്ധിച്ചതും और इस्लाम को समझने की तरफ അതിനായുള്ള പരിശ്രമവും भी അതേപോലെ ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള അനിതര സാധാരണമായ താൽപര്യവും खास फजल है മുമ്പത്തേക്കാൾ ഉപരി ദൃശ്യമാവുകയുണ്ടായി. जो जमात ജമാഅത്തിന്റെ का ഓരോ കാൽവെപ്പും തന്നെ उठता है പുരോഗതിയിലേക്കാണ് മുന്നേറുന്നത് എന്നത് അള്ളാഹുവിന്റെ വലിയ ഫളിലാണ്. हमारी कोशिश से बढ़कर നമ്മുടെ പ്രയത്നത്തെക്കാൾ ഉപരി ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് जो हकीकी पैगाम ജനങ്ങൾ അറിയുന്നു. അദ്ദേഹം മുഖേന उसके ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ये हज़रत मसीह मौद अलैहिस्सलातु നല്ല സ്വാധീനം അനുഭവിച്ചറിയാനും സാധിക്കുന്നു. ഇവയെല്ലാം തന്നെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ अहमदी को സത്യസന്ധതയെക്കുറിച്ച് ഒരു അഹമ്മദിക്ക് കൂടുതൽ ദൃഢത സംഭാവന ചെയ്യുന്നു. इंसानी कोशिशों का सवाल हो तो हमारी മനുഷ്യ പ്രയത്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ बिल्कुल छोटी सी जमात ഭൗതിക ദൃഷ്ടിയിൽ നോക്കിയാൽ की तरफ നമ്മുടെ ജമാഅത്ത് ഒരു കൊച്ചു ജമാഅത്താണ്. बस ये ആരാലും പരിഗണിക്കപ്പെടാത്ത ഒന്നാണിത്. എന്നാൽ कि खुदा ജനങ്ങളുടെ ഇതിലേക്കുള്ള ശ്രദ്ധയും पूरे हो रहे हैं നമ്മുടെ പുരോഗതിയും എല്ലാം തന്നെ അള്ളാഹു നേരത്തെ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഫലമാണ്. हमारी जमात ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, बड़े बड़े वादे हैं നമ്മുടെ ജമാഅത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വലിയ വലിയ വാഗ്ദാനങ്ങളുണ്ട്. या दुनिया ഏതെങ്കിലും മനുഷ്യന്റെ ബുദ്ധിശക്തിക്കോ ഭാവനാശക്തിക്കോ ഭൗതിക സാധന സാമഗ്രികൾക്കോ നമ്മെ ആ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. जो लोग हमारे मुखालिफ हैं समझते हैं നമ്മുടെ എതിരാളികൾ കരുതുന്നത് दुनियादारी की तर्ज पर ये भी कोई फिरका बन गया ഭൗതിക പാർട്ടികളെപ്പോലെയുള്ള की अक्सरियत ഒരു പാർട്ടിയാണ് ഇതെന്നുമാണ്. मुतल्लिक़ ख्याल करती है या മുസ്ലിം കക്ഷികളിൽ ബഹുഭൂരിഭാഗവും ജമാഅത്തിനെ കുറിച്ച് കരുതുന്നത് ഇതാണ്. डालती है അതല്ലെങ്കിൽ ഉലമാവർഗം कि शायद ये भी कोई ഈ തെറ്റിദ്ധാരണയിലാണ് ഭൂരിപക്ഷത്തെയും അകപ്പെടുത്തിയിരിക്കുന്നത്. और तरह तरह से അതായത് ഇതും ഒരു ഭൗതികമായ ഒരു പാർട്ടിയാണെന്നാണ്.
വിവിധങ്ങളായ രീതിയിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ आपको तरह तरह के नाम दिए जाते हैं और हमारे അവഹേളിക്കുകയും അവർ ആ മഹാത്മാവിന് വിവിധ പേരുകൾ വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. मसीह मौद अलैहिस्सलाम ഇവർ എന്ത് തന്നെ മനസ്സിലാക്കിക്കൊള്ളട്ടെ, मैं जानता हूं ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവാണ് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചത് എന്ന് ഞാൻ അറിയുന്നു. नशोनुमा हो അവന്റെ ഫദ്ല് കൊണ്ടാണ് असल ये है ഇത് വളരുന്നത്. इरादा ना हो कोई कौम അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലെങ്കിൽ ഒരു സമൂഹവും തന്നെ പുരോഗതി പ്രാപിക്കില്ല എന്നതാണ് അടിസ്ഥാന തത്വം. अल्लाह ताला അത് വളർന്ന് പന്തലിക്കുകയുമില്ല. कौम എന്നാൽ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് അള്ളാഹു ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സമൂഹം ഒരു വിത്ത് പോലെ വിതക്കപ്പെടുന്നു. सकता വിത്ത് മുളച്ച് വലുതാകുന്നതിന് മുമ്പ് വരെ അത് വളർന്ന് പന്തലിക്കുമെന്ന് ശരിയായ ഒരറിവ് ആർക്കും ഉണ്ടാകില്ല. ഇതേപോലെ ഇങ്ങനെയുള്ള സമൂഹത്തിന്റെ വിജയവും അസംഭവ്യമായി ജനങ്ങൾ കരുതുന്നു. ചുരുക്കത്തിൽ ഇത് അള്ളാഹുവിന്റെ ജമാഅത്താണ്. ഓരോ നിമിഷവും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ജമാഅത്തിനോടൊപ്പം ദൃശ്യമാകുന്നുണ്ട്. ജമാഅത്തിന്റെ പുരോഗതി കണ്ടുകൊണ്ട് ഭൗതികരും ജമാഅത്തിന്റെ എതിരാളികളും ഒന്നുകൂടി ഇളകിയിരിക്കുകയാണ്. मैं गुज़श्ता അത് കാരണം ജമാഅത്തിനോടുള്ള ശത്രുതയും ഇക്കാലത്ത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ ഇക്കാര്യം ഞാൻ പറഞ്ഞതാണ്. ताला का इरादा है ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ और इस्लाम का ഈ ജമാഅത്ത് വിജയിക്കണം എന്നത് അള്ളാഹു ഉറപ്പിച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ വിജയം ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്ത് മുഖേനയായിരിക്കും ഉണ്ടാവുക. ഇത് തീർച്ചയായും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. रायगां जाएंगे നമ്മുടെ എതിരാളികളുടെ ഈ കുൽസിത ശ്രമങ്ങളും ശത്രുതയുമെല്ലാം में आएगा പാഴായി പോകുന്നതാണ്. സൽപ്രകൃതക്കാർ ഈ ജമാഅത്തിന്റെ മടിത്തട്ടിൽ വന്നു അണയുന്നതാണ് ഇൻഷാ അല്ലാഹ്. बयान करते എന്റെ യാത്രകൾക്ക് ശേഷം ആ യാത്രയുടെ ഒരു ചെറു വിവരണം ഞാൻ പൊതുവിൽ നൽകാറുള്ളത് പോലെ ഇന്നും അത് സംബന്ധമായി ചില കാര്യങ്ങൾ വിവരിക്കുന്നതാണ്. शत तक आ जाएंगी അൽ ഫളിൽ बाज बात പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടിൽ അതിന്റെ വിശദ വിവരം ഏകദേശം വരുന്നതാണ്. मुख्तलिफ रंग में ചിലത് ഞാനിവിടെ വിവരിക്കാം. जो फजल हो रहे हैं ഇതിൽ നിന്നും उन पर कुछ വിവിധ രീതിയിൽ ഇറങ്ങുന്ന അള്ളാഹുവിന്റെ ഫളിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. तो ഈ സന്ദർശന വേളകളിൽ അഹമ്മദികൾക്ക് फायदा होता ही है गैरों को എത്രയോ दारों को പ്രയോജനം ലഭിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. हो रही है ഇസ്ലാമിലേക്ക് ശ്രദ്ധ തിരിയുന്ന അന്യർക്കും ഇത് മുഖേന പ്രയോജനം ലഭിക്കുന്നുണ്ട്. असल तस्वीर पेश करने का मौका मिलता है बाज पड़े അവരുടെ മുമ്പാകെ ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം സമർപ്പിക്കുവാനുള്ള അവസരം ലഭ്യമാകുന്നു. ചില വിദ്യാസമ്പന്നരും രാഷ്ട്രീയ നേതാക്കളും ഭരണത്തിലുള്ളവരും दुनियावी फायदे മനസ്സിലാക്കുന്നത് या माहौल को ഭൗതികമായ करने की खातिर വല്ല നേട്ടത്തിനും വേണ്ടിയോ अपने अपने माहौल में अहमदी അതല്ലെങ്കിൽ അവർ താമസിക്കുന്ന ചുറ്റുപാട് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയോ ആണ് അഹമ്മദികൾ इस्लाम की തങ്ങളുമായി ഇടപഴകുന്നവരോട് ശാന്തിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകുന്നത് എന്നാണ്. देखता हूं അതിനാണ് ഇസ്ലാമിന്റെ ഈ സുന്ദര ചിത്രം അവർ സമർപ്പിക്കുന്നത് എന്നാണ്. रास्त എന്നാൽ ഇവർ അഹമ്മദിയത്തിനെ കുറിച്ച് बेशक उनको पहले നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും എന്താണ് അഹമ്മദിയത്ത് എന്ന് എന്നിൽ നിന്നും നേരിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. അവർക്ക് മനസംതൃപ്തി കൈവരിക്കുന്നതിന് വേണ്ടി. इलावा അതുകൊണ്ട് അന്യരുമായുള്ള മുലാഖാത്തുകളിൽ वसत के പരസ്പരമുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയും शकूक व शुबहात പരിചയപ്പെടുകയും എല്ലാം ചെയ്യുന്നതോടൊപ്പം तौर पर पढ़े लिखे लोगों में വിദ്യാസമ്പന്നരായവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള जैसा कि मैंने पहले भी कहा തെറ്റിദ്ധാരണകൾ അറ്റാനുള്ള അവസരം കൂടി ലഭിക്കുന്നു. मौकों पर इसका ഞാൻ जिक्र നേരത്തെ പറഞ്ഞതുപോലെ कि जर्मनी जमात अल्लाह ताला के फजल ചില से സ്ഥലത്ത് ഞാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. और ताल्लुकात ജർമ്മനി ജമാഅത്ത് की खास कोशिश कर रही है തബ്ലീഗിന്റെ കാര്യത്തിൽ इनकी कोशिश അതേപോലെ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്ന കാര്യത്തിൽ से बहुत बढ़कर പ്രത്യേകമായ ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. की वजह से അവരുടെ ഈ പരിശ്രമം മുമ്പത്തേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ്. ഇത് കാരണം ഇസ്ലാമിന്റെ സന്ദേശവും ജമാഅത്തിനെ കുറിച്ചുള്ള തബ്ലീഗും വളരെയധികം ജർമ്മൻ ജനങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ताल्लुकात रखने वाले बाज पढ़े लिखे ഇപ്രാവശ്യവും
मुझसे വിദ്യാസമ്പന്നരായ ആളുകളുമായി എനിക്ക് ബന്ധപ്പെടാനുള്ള അവസരം അവർ ഒരുക്കിയിരുന്നു. फ्रैंकफर्ट में तो यूनिवर्सिटी के प्रोफेसर 2 मिलने आए थे, उनको हमारे नौजवानों ने ഫ്രാങ്ക്ഫർട്ടിൽ मिलवाने का യൂണിവേഴ്സിറ്റിയിലെ 2 പ്രൊഫസർമാർ കാണാൻ വന്നിരുന്നു. അവരെ മുലാഖാത്ത് നടത്താനുള്ള അവസരം ഒരുക്കിയത് നമ്മുടെ യുവാക്കളായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ देख रहा हूँ। കുറച്ചുകാലമായി ജർമ്മനിയിലെ യുവതലമുറയിൽ നല്ല ഉണർവുള്ളതായി ഞാൻ കാണുന്നു. അവരുടെ മറ്റുള്ളവരുമായുള്ള ബന്ധവും വളരെ വ്യാപ്തി കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. തബ്ലീഗിലേക്ക് താൽപര്യം പ്രകടമാണ്. जहाँ दूसरे ചില മുലാഖാത്തുകളെ കുറിച്ച് ഇവിടെ വിവരിക്കാം. आता रहेगा। ജമാഅത്തി പ്രോഗ്രാമുകളെ കുറിച്ചും പ്രതിപാദിക്കുന്നതാണ്. मार्बुर्ग यूनिवर्सिटी है, ഫ്രാങ്ക്ഫർട്ടിൽ प्रोफेसर मिलने आए थे, മാർഗോ യൂണിവേഴ്സിറ്റിയിലെ 2 दोनों PhD डॉक्टर പ്രൊഫസർമാർ കാണാൻ വന്നിരുന്നു. बैरी हैकर और ഇരുവരും PhD ഡോക്ടറാണ്. फ्यूज, ബാരി ഹേക്കർ, और ये दोनों FH इस्लामिक फ्यूज स्टडीज के प्रोफेसर हैं यूनिवर्सिटी में। എന്നതാണ് അവരുടെ പേരുകൾ. अरबी भी इनको आती है। യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് സ്റ്റഡീസിന്റെ പ്രൊഫസറാണ് ഇരുവരും. അറബി ഇവർക്കറിയാം. और एक जो इनमें से थे ഇസ്ലാമിനെ കുറിച്ച് നല്ല അറിവുണ്ട്. और तुर्की जुबान में स्पेशलाइजेशन की। അതിൽ ഒരാൾ തുർക്കി ഭാഷയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. इनके मज़ामीन इस्लामी तारीख ഇസ്ലാമിക ചരിത്രം എന്നതായിരുന്നു ഇവരുടെ വിഷയം. बातें हुई। इनको मैंने ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് ഞാനുമായി സംസാരിച്ചു. आपके ऐसे मोरखीन जो പാശ്ചാത്യ എഴുത്തുകാരുടെ സ്വാധീനത്തിൽ അകപ്പെട്ട ചരിത്രകാരന്മാരുടെ പുസ്തകം മാത്രം വായിച്ചാൽ പോരാ, ചരിത്രത്തിന്റെ അടിസ്ഥാനമായ माखज़ हैं अहादीस അറബി ഗ്രന്ഥങ്ങളും ഹദീസുകളും നിങ്ങൾ പഠന വിധേയമാക്കണമെന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. की किताब जो सीरत ഇതേപോലെ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം സീറത്തുൻ നബിയും നിങ്ങൾ വായിക്കണം. അതിന്റെ ഒരു ഭാഗം തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതവർക്ക് നൽകി. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അതിൽ ആക്ഷേപങ്ങളും അതിന് മറുപടിയും നൽകിയിട്ടുണ്ട്. के लिए ഈ ഗ്രന്ഥത്തിന്റെ ബാക്കി ഭാഗവും തർജ്ജമ ചെയ്യപ്പെടാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇത് വളരെ നല്ല പുസ്തകമാണ്. ഇത് മുഖേന തിരുനബിയുടെ ജീവചരിത്രം അറിയാൻ സാധിക്കുന്നതോടൊപ്പം ഇസ്ലാമിനെതിരിൽ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾക്ക് മറുപടി കൂടി ഇത് മുഖേന ലഭിക്കുന്നു. ഇവരുടെ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ വിശുദ്ധ ഖുർആന്റെ തഫ്സീറിന്റെ 5 വോള്യങ്ങൾ, सीरत किताब जो इंग्लिश में तर्जुमा हो चुकी है ये भी रखवाने का कहा है, इंशाल्लाह पहुंच जाएगी। സീറത്തുൻ നബിയുടെ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യപ്പെട്ട ഒരു ഭാഗം कभी कहा कि देखें എന്നിവ വെക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അവർക്ക് എത്തിക്കുന്നതാണ്. उनको इस्लाम MTA കാണാനും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ട് എത്രയോ സൽപ്രകൃതക്കാർക്ക് ഇസ്ലാമിന്റെ ശരിയായ വശം അറിയാൻ സാധിച്ചിട്ടുണ്ട്. मिस्र की अलग അവർ ചോദിച്ചു, മിസ്രിലെ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ मैंने कहा എന്താണുള്ളത്? ഞാൻ അവരോട് പറഞ്ഞു, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് उनमें चंद അവരുടെ പ്രൊഫസർമാരുമായി बातचीत चलती रही। ചർച്ചകൾ നടത്തിയിരുന്നു. हमारे अरबी डेस्क वालों ने അതിനെ തുടർന്ന് നമ്മുടെ അറബി ഡെസ്കിലെ ഷെരീഫ് ഓദേ സാഹിബും മറ്റും जो उनको भेजी गई थी, लेकिन बहरहाल അവർക്ക് അയച്ചു കൊടുക്കാനായി ഒരു പുസ്തകം തയ്യാറാക്കിയിരുന്നു. അത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ഹൃദയം കഠിനമാണ്. അവർ അംഗീകരിക്കുന്നില്ലെങ്കിലും സൽപ്രകൃതക്കാർ ഇത് വായിച്ചാൽ തീർച്ചയായും അവരുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകും. ऐसे लोगों से हुई और काफी സുദീർഘമായ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. വളരെ നല്ല സ്വാധീനവുമായാണ് അവർ പോയത്. 2 मसाजिद के ഫ്രാങ്ക്ഫർട്ടിൽ माहौल में कुछ 2 മസ്ജിദുകൾക്ക് कुछ फासले से मुराद है 150 किलोमीटर से ज्यादा और അടുത്തടുത്തുള്ള പള്ളികളാണ്. के अंदर ഒന്ന് 2.5 കിലോമീറ്ററും മറ്റൊന്ന് 10-70 കിലോമീറ്ററും ദൂരെയാണ്. ആ 2 മസ്ജിദുകൾക്ക് തറക്കല്ലിടാൻ സാധിച്ചു. मेयर के नुमाइंदे के टॉप ഒരു പള്ളിയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ के तौर पर उनके डिप्टी मेयर जो थे അവിടുത്തെ മേയറുടെ പ്രതിനിധിയായി ഡെപ്യൂട്ടി മേയർ വന്നിരുന്നു. उस तकरीब में बहरहाल जो उन्होंने भी कुछ अल्फाज कहे। അവിടെയുള്ള പരിപാടികളിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. ഞാനും ഇസ്ലാമിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രസംഗിച്ചു. പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി, देखें जहालत का जो तस्वर ये सिर्फ पुराना नहीं है, ഞാൻ കേട്ടിട്ടുള്ളത് आज इस पढ़े लिखे जमाने में और यूरोप में भी അമുസ്ലിങ്ങൾ कहने लगे कि ഖുർആൻ നോക്കുന്നതും को
പഠിക്കുന്നതുമെല്ലാം കുറ്റകരമായിട്ടാണ് ഇസ്ലാം കരുതുന്നത് എന്നാണ്. देखना इस्लाम में जुर्म है। ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ പഴഞ്ചനല്ല. अभी आपने ഈ ആധുനിക യുഗത്തിലും ഇതെല്ലാം നിലവിലുണ്ട്. हजरत ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണിത് നിങ്ങളോട് പറഞ്ഞത്? तमाम दुनिया की നിങ്ങൾ ഇവിടെ തിലാവത്ത് കേട്ടു, അതിന്റെ തർജ്ജമ കേട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ ലോകർക്കും വേണ്ടിയാണ് വന്നത്, और कुरान करीम മുഴുവൻ മാനവ സമൂഹത്തിന് വേണ്ടിയാണ് വന്നത്. ഇത് പ്രഖ്യാപിക്കാൻ അള്ളാഹു അദ്ദേഹത്തോട് പറയുകയുണ്ടായി, आपने सुना है? സൽപ്രകൃതക്കാരായ എല്ലാവർക്കും വിശുദ്ധ ഖുർആൻ കാരുണ്യവും ഔഷധവുമാണ്. അതുകൊണ്ട് നിങ്ങൾ കേട്ടത് തെറ്റാണ്. ഞങ്ങൾ വിശുദ്ധ ഖുർആന്റെ തർജ്ജമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്, അത് വായിക്കുക. വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ഈ ഒരു കാഴ്ചപ്പാടാണ് ഇന്നും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ പ്രചാരണത്തിനായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന അഹമ്മദികളെ തടയാനാണ് മറ്റു മുസ്ലിങ്ങൾ ശ്രമിക്കുന്നത്. दिल्ली में एक नुमाइश हुई। ആനുഷംഗികമായി മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിലെ ഡൽഹിയിൽ വിശുദ്ധ ഖുർആന്റെ ഒരു എക്സിബിഷൻ നടത്തുകയുണ്ടായി. ഒരു നല്ല സ്ഥലത്ത് വളരെ വിപുലമായ എക്സിബിഷനായിരുന്നു. कुरान അത് तालीम के മനോഹരമായ രീതിയിൽ അത് സജ്ജമാക്കിയിരുന്നു. ईसाई വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളാണ് അതിൽ പ്രദർശിപ്പിച്ചിരുന്നത്. ഹിന്ദുക്കളും സിഖുകാരും ക്രിസ്ത്യാനികളും വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങളും അവിടെ സന്ദർശിച്ചു കൊണ്ടിരുന്നു. 3 ദിവസത്തെ എക്സിബിഷൻ ആയിരുന്നു. ആദ്യത്തെ 2 ദിവസം ഇതിനെതിരിൽ നാമധാരികളായ മുല്ലാവർഗം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. വല്ല കലാപവും ഉണ്ടാകുമോ എന്ന് പോലും ഗവൺമെന്റ് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് 3-ാം ദിവസം ഗവൺമെന്റിന്റെ ആളുകൾ വന്ന് പ്രദർശനം നിർത്തിവെക്കാൻ ജമാഅത്തിനോട് അപേക്ഷിക്കുകയുണ്ടായി. ഈ എക്സിബിഷന് അവിടെയുള്ള പ്രമുഖ പത്രങ്ങൾ പുകഴ്ത്തിയെഴുതുകയുണ്ടായി. ഇത് ഉന്നത നിലവാരം പുലർത്തുന്ന എക്സിബിഷനാണെന്നും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളും അതിലെ പാഠങ്ങളും ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായതെന്നും അവർ എഴുതി. വിശുദ്ധ ഖുർആനിൽ ये मुसलमान അടങ്ങിയിരിക്കുന്ന മനോഹരമായ ഈ അധ്യാപനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഇതിനു മുമ്പേ ഒരറിവും ഉണ്ടായിരുന്നില്ലെന്നും ചില മുസ്ലിങ്ങൾ പോലും എഴുതുകയുണ്ടായി. परसों की डाक എന്നാൽ മുല്ലാവർഗം എപ്പോഴും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്തെല്ലാം തെറ്റായ സങ്കല്പനങ്ങളാണ് ജമാഅത്തിനെ കുറിച്ച് ഇവർ വെച്ചു പുലർത്തുന്നത്. ഞാൻ കത്തുകൾ വായിക്കുമ്പോൾ ഇന്നലെയോ മനിയാന്നോ ലഭിച്ച ഒരു കത്തിൽ ഒരാൾ പാകിസ്ഥാനിൽ നിന്നും എഴുതുന്നു, ഞാൻ ഒരു അനഹമ്മദിയുടെ വീട്ടിൽ അനുശോചനം അറിയിക്കാൻ വേണ്ടി പോയി. के एक अहमदी അവിടെ വെച്ച് പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരാൾ പറഞ്ഞു, അഹമ്മദിയത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഞാൻ കേട്ടത് ഇപ്രകാരമാണ്: और कुरान അഹമ്മദി ആകുന്നതിന് മുമ്പേ ആദ്യം അവരെ ഒരു റൂമിൽ പൂട്ടിയിടും, അവിടെ അലമാരിയിൽ വിശുദ്ധ ഖുർആൻ വെക്കും, എന്നിട്ട് അലമാരി ഇളക്കാൻ പറയും. तसव्वुरात हैं വിശുദ്ധ ഖുർആൻ നിലത്ത് വീഴുകയാണെങ്കിൽ അവൻ യഥാർത്ഥ അഹമ്മദിയാണെന്ന് കരുതപ്പെടുമെന്നാണ്. लानत भेजी और क्या किया जा सकता ഇങ്ങനെയുള്ള കുപ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. है? कोई सोचने समझने की ഇതിന് बहरहाल ലഅനത്ത് ചെയ്യുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? हवाले से बातें സമൂഹത്തെ മൊത്തം വിഡ്ഢിയാക്കി വെച്ചിരിക്കുകയാണ്. ചിന്തിക്കാനോ കാര്യങ്ങൾ ഗ്രഹിക്കാനോ ഉള്ള ഒരു അവസരവും വിട്ടുകൊടുക്കുന്നില്ല. नजरिए भी देख लिया ഞാൻ ജർമ്മനി സന്ദർശനത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിൽ ഉള്ളപ്പോൾ कि ഖുദ്ദാം, के फजल से അത്ഫാൽ, ലജ്ന എന്നിവരുടെ ഇജ്തിമായിൽ പങ്കെടുക്കാൻ സാധിച്ചു. നിങ്ങൾ MTA മുഖേന ഇത് കണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ में अल्लाह ताला ने बड़ी बरकत डाली। അവിടേക്കുള്ള എന്റെ യാത്രയും ഇജ്തിമായിലുള്ള സാന്നിധ്യവും മുഖേന അള്ളാഹു വളരെ അധികം അനുഗ്രഹങ്ങൾ ചൊരിയുകയുണ്ടായി. ആദ്യമായാണ് ഞാൻ ഇജ്തിമായിൽ खाता आने लग गए അത്ഫാലിന്റെ नसाई നിലവാരമനുസരിച്ച് അല്പം കാര്യങ്ങൾ അവരോട് സംസാരിച്ചത്. അതിനുശേഷം की मैंने मिसालें ഞങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തുകൾ അവിടെ വെച്ച് തന്നെ ലഭിക്കാൻ തുടങ്ങി. टीवी അതിന് തൗഫീക്ക് ലഭിക്കാനായി ദുആ ചെയ്യാൻ അപേക്ഷിക്കുന്നു. मुस्तकिल चिमटे ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അതായത് മൊബൈൽ ഫോൺ വേണമെന്നുള്ള കുട്ടികളുടെ ഡിമാൻഡിനെ കുറിച്ചും ടിവിയുടെയും ഇന്റർനെറ്റിന്റെയും മുമ്പിൽ എപ്പോഴും ചടഞ്ഞിരിക്കുന്നതിനെ കുറിച്ചും മറ്റും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കുട്ടികൾ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാം എന്ന് വാക്ക് തരികയുണ്ടായി. എപ്പോഴും മിതത്വം പാലിക്കുകയാണ് വേണ്ടത്. നമ്മുടെ കുട്ടികളും മുതിർന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ അനുവദനീയമായ കാര്യങ്ങളും തന്നെ മിതത്വത്തിൽ रूह अगर हमारे बच्चों നിന്നുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. തെറ്റായ നിഷിദ്ധമായ കാര്യങ്ങളുടെ അടുത്തേക്ക് പോകുക പോലും ചെയ്യരുത്. ഈ ഒരു ആത്മാവ് നമ്മുടെ യുവാക്കളിലും കുട്ടികളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുട്ടികളുടെയും യുവാക്കളുടെയും ഭാവി നന്നായിത്തീരുന്നതോടൊപ്പം ജമാഅത്തിന്റെ മൊത്തത്തിലുള്ള തർബീയത്തിൽ ഇത് സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നതാണ്.
मेरी बातें सुन ഖുദ്ദാമുൽ അഹമ്മദിയ रद्द अमल എന്റെ വാക്കുകൾ കേട്ട് അതിനെ പ്രാവർത്തികമാക്കാൻ ആപംവിധം ശ്രമിക്കുകയും ചെയ്തു. അള്ളാഹു അവർക്ക് को जजा दे। ഇതെല്ലാം സ്ഥായിയായ നിലയിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇവർക്ക് വാക്കുകൾ കേട്ടുടനെ ഉത്തരമരുളിയതിന് അള്ളാഹു പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. कर चुका हूं पहले। ലജ്നയിലും വളരെ നല്ല പ്രോഗ്രാമാണ് നടന്നത്. ഇതിനെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. सिर्फ लजना को ഒരു കാര്യം कहता हूं बल्कि सारी दुनिया की लजना को ലോകത്തുള്ള മുഴുവൻ ലജ്നകളെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मेन हॉल में तो बड़ा अच्छा माहौल था। ഞാൻ നൽകിയ ഖുത്ബയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീ എഴുതി, जो बच्चों का हॉल था മെയിൻ പന്തലിൽ വളരെ നിശബ്ദതയോടുകൂടി താങ്കളുടെ പ്രഭാഷണം വളരെ ഭംഗിയായി കേൾക്കാൻ സാധിച്ചു. इस हवाले से എന്നാൽ കുട്ടികൾക്കായി ഉണ്ടാക്കിയ बातें कर रही होती हैं പന്തലിൽ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്നത് തന്നെയാണ്. कि अलग हॉल दिया जाता है। ഞങ്ങൾ ഏതായാലും ऐसी അകലത്താണല്ലോ ഇരിക്കുന്നത് എന്ന് കരുതി മാതാക്കൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ലജ്നയ്ക്ക് വേണ്ടി നാം ഒരു പ്രത്യേക പന്തൽ നിർമ്മിക്കുന്നത് കുട്ടികളുള്ള ഉമ്മമാർക്കിരിക്കാനാണ്. जो प्रोग्राम हो रहा है उसकी तरफ तवज्जो दिया ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത് കഴിവതും കുട്ടികളെ ആംഗ്യത്തിലൂടെ നിശബ്ദരാക്കാൻ ശ്രമിക്കുക. अपनी गपें और अपनी എന്നിട്ട് പ്രഭാഷണങ്ങൾ എല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുക. घाने में भी एहतियात होनी चाहिए और അവിടെ നടക്കുന്ന പരിപാടികൾ ശ്രദ്ധിക്കണം, കേൾക്കണം. നിങ്ങൾക്ക് സൊറ പറഞ്ഞിരിക്കാനല്ല ഈ പ്രത്യേകമായ പന്തൽ ഹാൾ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് എന്നോർക്കുക. जमाती प्रोग्राम भी होते रहे। ഭാവിയിൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും സംഘാടകർക്ക് ഇതിലേക്ക് പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കുകയും വേണം. ഫ്രാങ്ക്ഫർട്ടിൽ हफ्ते का वहाँ മറ്റു ജമാഅത്തി പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരുന്നു. वहाँ से नॉर्वे रवाना അതിന്റെ എല്ലാം വിവരണം റിപ്പോർട്ടിൽ വരുന്നതാണ്. ഏകദേശം 2 ആഴ്ചയാണ് അവിടെ താമസിച്ചത്. कि नॉर्वे में അതിനുശേഷം നോർവേയിലേക്കാണ് പോയത്. इफ्तिताह हुआ। माशाल्लाह बहुत खूबसूरत मस्जिद है। നോർവേയിൽ മസ്ജിദ് നസറിന്റെ ഉദ്ഘാടനം നടന്നതായി ഖുത്ബയിലൂടെ നിങ്ങൾ അറിഞ്ഞതാണ്. और सिर्फ शुमाली यूरोप की बहुत बड़ी मस्जिद नहीं है। മാഷാ അല്ലാ, വളരെ मेरा ख्याल മനോഹരമായ പള്ളിയാണത്. के बाद ഇവിടെ നിന്നും ചിലർ പോയിരുന്നു, അവരും കണ്ടതാണ്. വലിയ മസ്ജിദാണ്. ये इस मस्जिद ഉത്തര യൂറോപ്പിലെ ഏറ്റവും വലിയ പള്ളി മാത്രമല്ല അത്. എന്റെ അനുമാനം മസ്ജിദ് ബൈത്തുൽ ഖുത്തൂഹിന് ശേഷം, എന്റെ അനുമാനമല്ല, എനിക്ക് ഉറച്ചു പറയാൻ സാധിക്കും, ഈ പള്ളിക്ക് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ പള്ളിയാണത്. बड़ी जमात है या ये बहुत उमरा, അവിടുത്തെ ജമാഅത്ത് ചെറിയ ജമാഅത്താണ്. लेकिन दोनों എന്നാൽ ഈ മസ്ജിദ് കാണുമ്പോൾ ना ये बड़ी അവർ വലിയ ജമാഅത്താണെന്നാണ് തോന്നുക. वहाँ अमीर लोग അതുമല്ലെങ്കിൽ പണക്കാരുടെ ജമാഅത്താണെന്ന് തോന്നും. आने എന്നാൽ രണ്ടും ശരിയല്ല. की जरूरत थी। वो जब आया ഇത് വലിയ ജമാഅത്തല്ല, വലിയ പണക്കാരുമല്ല. അവർ പള്ളി ഉണ്ടാക്കണം എന്ന ചിന്ത വന്നതോടുകൂടി जमीन खरीदी गई അവർക്ക് ഇതിലേക്ക് ശ്രദ്ധയുണ്ടായി. और उस पर एक हाल तकरीबन ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി आ गया था। റഹ്മത്തുള്ളാഹി തആലയുടെ കാലത്താണ് ഈ സ്ഥലം വാങ്ങിയത്. क्या അതിൽ ഒരു ഹാൾ बाद में कुछ नक्शा भी तब्दील हुआ। ബേസ്മെന്റ് എന്ന നിലക്ക് ഉണ്ടാക്കുകയും ചെയ്തു. क्रोनर അന്ന് മസ്ജിദിന്റെ ബേസ്മെന്റ് ഉണ്ടാക്കാൻ അവർ ആഗ്രഹിച്ചിരിക്കാം. उनकी मदद की थी। ആദ്യത്തെ പ്ലാൻ പിന്നീട് മാറുകയുണ്ടായി. अपने वसाइल से ये मस्जिद बनाए, കേന്ദ്രം അക്കാലത്ത് लेकिन 3-4 മില്യൺ ക്രോണർ അഥവാ 2003 में 4-5 ലക്ഷം പൗണ്ടാണ് तो जो दिलाई उस वक्त അവർക്ക് നൽകി സഹായിച്ചത്. എന്നിട്ട് അവരുടെ കഴിവനുസരിച്ച് ഈ മസ്ജിദ് സ്വയം നിർമ്മിക്കാൻ അവരോട് പറയുകയും ചെയ്തു. जाता था। मुझे भी उन्होंने इतना तंग किया कि मैंने 2003 ഞാൻ അവരെ ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. എന്നാൽ നോർവേ ജമാഅത്തിന് ഒരു കുലുക്കമുണ്ടായിരുന്നില്ല. अगर नहीं बन ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ അവർ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചു. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. खुद भी एक वक्त में सोच വലിയ മസ്ജിദ് ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചെറിയൊരു സ്ഥലമെടുത്ത് ചെറിയൊരു മസ്ജിദെങ്കിലും ഉണ്ടാക്കുക. कि बड़ा നാം എടുത്ത സ്ഥലം വിൽക്കാൻ പോലും ജമാഅത്ത് ആലോചിക്കുകയുണ്ടായി. जो ചിലർ एयरपोर्ट को जाती വിൽക്കരുതെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഏതായിരുന്നാലും ഇത് बेचना नहीं चाहिए। എത്രയോ ഉചിതമായ സ്ഥലമാണെന്നും ടൗണിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിന്റെ ഓരത്താണ് ഇത് पड़ा गया ഉള്ളത്. नमाज की നല്ല ഉയർന്ന സ്ഥലത്താണ്, അതുകൊണ്ട് വിൽക്കരുത് എന്നും തീരുമാനമായി. साथ था। 2005 ഞാൻ പോയപ്പോൾ उन्होंने उसमें അവിടെ ജുമാക്ക് വേണ്ടി എടുത്തിരുന്ന ഹാൾ इंशाल्लाह ഈ സ്ഥലത്തിന് വളരെ അടുത്തായിരുന്നു എന്ന് യാദൃശ്ചികം മാത്രം. അന്ന് ഖുത്ബയിൽ ഞാൻ അവരോട് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. इस मुल्क में
ഞാൻ പറഞ്ഞു, നോർവേയിൽ മസ്ജിദുകൾ നിർമ്മിക്കപ്പെടും ഇൻഷാ അല്ലാ. ഒന്നോ രണ്ടോ അല്ല, എല്ലാ സ്ഥലങ്ങളിലും മസ്ജിദുകൾ ഉണ്ടാകും. यहाँ से गुजरा करेंगी तो ये ജമാഅത്തിനെ വ്യാപിപ്പിക്കും എന്നത് അള്ളാഹുവിന്റെ വിധിയാണ്. मौका प्लाट എന്നാൽ जो जगह एक जमाने നിങ്ങളുടെ ഭാവി തലമുറ ഇതിലൂടെ കടന്നു പോകുമ്പോൾ उन्होंने अपने हाथ ഈ സ്ഥലം നോക്കിക്കൊണ്ട് അവർ ഇങ്ങനെ നെടുവീർപ്പിടുന്നതാണ്. ഇത്രയും നല്ലൊരു സ്ഥലം നമ്മുടെ പൂർവികർക്ക് കിട്ടിയിട്ടും അവരത് നഷ്ടപ്പെടുത്തുകയുണ്ടായി. की कोशिश करें। അതുകൊണ്ട് അള്ളാഹുവിനെ അല്പം ഭയപ്പെടുക. तो जो दिलाई थी നിങ്ങൾ തീരുമാനമെടുത്തത് നടപ്പിൽ വരുത്തുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഏകദേശം ഇതേ രീതിയിലാണ് ഞാൻ അവരുടെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നത്. മക്കളുടെ മുമ്പാകെ ये भी हज़रत ഉത്തമ മാതൃക നിങ്ങൾ നിലനാട്ടുക. അവരുടെ सूरती है कि वो खलीफा ദുആക്ക് അവകാശികളായി തീരുക. കാലത്തിന്റെ ഖലീഫ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയും एक जोश विशल അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന്റെ ഒരു സൗന്ദര്യമാണ്. कि जमात ഒരു ആവേശം അവരിൽ അലതല്ലുന്നു. हमें भी हैरत होती है। बात അതുകൊണ്ടാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, नॉर्वे जमात ജമാഅത്തിന്റെ ആത്മാർത്ഥതയും കൂറും കണ്ടിട്ട് നമുക്കും ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. जो दिलाने पर നോർവേ ജമാഅത്ത് तो उन्होंने कुर्बानियों की मिसालें भी कायम की। ഇത് ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുകയും लंबा जिक्र है അവരെ ഉപദേശിച്ചപ്പോൾ അവർ ഉണരുകയും ചെയ്തപ്പോൾ ത്യാഗങ്ങളുടെ ഉത്തമ മാതൃകകൾ അവർ കാഴ്ചവെക്കുകയും ചെയ്തു. कुर्बानी देकर അത് ദീർഘമായ ഒരു വിവരണമാണ്. നോർവേയിൽ ചെയ്ത ഖുത്ബയിൽ ചിലത് ഞാൻ കേൾപ്പിക്കുകയുണ്ടായി. ഏകദേശം 100 മില്യൺ 12 मिलियन पाउंड बनता है। ക്രോണറിൽ കൂടുതൽ ചെലവഴിച്ചുകൊണ്ടാണ് ഈ മസ്ജിദിന്റെ പണി അവർ പൂർത്തിയാക്കിയത്. ഇത് ഏകദേശം 12 മില്യൺ പൗണ്ടാണ്. 12 ലക്ഷമല്ല, 12 മില്യൺ പൗണ്ട്. लेकिन जब इनको तवज्जो ഇതിനേക്കാളും കൂടുതലായിരിക്കും ഇതിന്റെ തുക. ये बाबर ഞാൻ പറഞ്ഞതുപോലെ അത്ര വലിയ സമ്പന്നരുമൊന്നുമല്ല അവർ. लिए എന്നാൽ ഇവരെ ഉണർത്തിയപ്പോൾ लगे हो ഭാവി തലമുറക്കായി ഏത് മാതൃകയാണ് നിങ്ങൾ വിട്ടേച്ചു പോകുന്നതെന്ന് അവരോട് ബോധ്യപ്പെടുത്തിയപ്പോൾ जो एक अहमदी में താൽക്കാലിക ആവേശത്തിൽ അവർ അടിപ്പെട്ടില്ല. वक्ती जोश होता ഒരു അഹമ്മദിൽ എപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന നന്മയുടെ ആ വികാരം ഉണരുകയാണുണ്ടായത്. ऐसे അവർക്ക് താൽക്കാലിക ആവേശമാണ് ഉണ്ടായിരുന്നതെങ്കിൽ कि इंसान ഒരു വർഷത്തിനു ശേഷം അവർ തളർന്നു പോയേനെ. लेकिन फिर तो जो दिलाने पर ചില ഘട്ടങ്ങളിൽ ജമാഅത്ത് സംവിധാനം ഇത് മുന്നോട്ട് പോകില്ല എന്നുവരെ എനിക്ക് എഴുതുകയിരുന്നു. എന്നാൽ വീണ്ടും അവരെ ഉണർത്തിയപ്പോൾ അവർ വീണ്ടും ഉണരുകയുണ്ടായി. सिर्फ അങ്ങനെ 5-6 വർഷത്തെ ത്യാഗങ്ങൾക്ക് ശേഷം അവിടുത്തെ ഏറ്റവും വലിയ മസ്ജിദ് അവർ പൂർത്തിയാക്കുകയുണ്ടായി. ആകെ അവരുടെ എണ്ണം 800-900 ആണ്. वजीर आजम ने भी वहाँ का एतराफ ടൗണിലേക്ക് പോകുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് ഇത് കാണിക്കുന്നത്. रोजाना तकरीबन അവിടുത്തെ പ്രധാനമന്ത്രി പോലും പറഞ്ഞത് ഈ വഴിയിലുള്ള മനോഹര കാഴ്ചയിൽ ഒരു പകിട്ടുകൂടി ഇത് ചാർത്തിയിരിക്കുന്നു എന്നാണ്. 80,000-ഓ 90,000-ഓ വാഹനങ്ങൾ നിത്യവും ഇതിലൂടെ കടന്നു പോകുന്നു. അവരെല്ലാവരും ഈ മസ്ജിദ് കാണുന്നു. तो फिर इसके हसूल के लिए हर कोशिश होती है। രുചി ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ भी लगता है പിന്നെ അത് നേടാൻ ശ്രമിക്കും എന്നാണ് പറയാറുള്ളത്. सब लोगों में ये सूरत पैदा हो रही है। നോർവേ ജമാഅത്തിലെ അധികം പേരുടെയും അവസ്ഥ ഇതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. तलाश करते रहे कि बन सकती है कि नहीं बन सकती। അവർ 10 വർഷം വരെ പള്ളി ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ചിന്തയിലായിരുന്നു. अब कहते हैं कि वहाँ एक और जगह പ്രയാസങ്ങളുടെ നീണ്ട പട്ടികയാണ് അവർ സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് അവിടെ അടുത്തൊരു പട്ടണമുണ്ട്, भी अखराजात जो हैं वो ക്രിസ്ത്യൻ സാഞ്ചി എന്നാണ് അതിന്റെ പേര്. क्योंकि नॉर्वे में അവിടെ ചെറിയൊരു ജമാഅത്തുണ്ട്, അവിടെ ഞങ്ങൾ മസ്ജിദ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. അതിനുള്ള ചെലവും फौरी तौर पर किस കുറെ വരുന്നുണ്ട്. कर देंगे नई मस्जिद നോർവേയിൽ വിലക്കയറ്റവും വളരെ രൂക്ഷമാണ്. की जरूरत इतनी बढ़ गई है ഞാൻ അവരോട് പറഞ്ഞു, ഈ മസ്ജിദ് നിങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയതേ ഉള്ളൂ, പെട്ടെന്ന് പുതിയ മസ്ജിദ് പണി എങ്ങനെ തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും? करने वाला है। ഇപ്പോൾ അവർക്ക് ധൈര്യം കൈവന്നിരിക്കുന്നു. മസ്ജിദ് മജ്ലിസ് ആമിലയും അതോടൊപ്പം ചില വ്യക്തികളും പറഞ്ഞത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. അള്ളാഹു ഫദൽ ചെയ്യുന്നതാണ്. एक है तो सब बंद टूट जाते ഈ ഒരാവേശവും വികാരവുമാണ് ഒരഹമ്മദിയിൽ ഉള്ളത്. ഒരു പ്രാവശ്യം തീർച്ചപ്പെടുത്തിയാൽ പിന്നെ അതിനെ തടയാൻ കഴിയില്ല. ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ എല്ലാ ബന്ധനങ്ങളും തകർന്നടിയുന്നു, എല്ലാ തടസ്സങ്ങളും ഇല്ലാതായിത്തീരുന്നു.
और ये सब चीज़ जो है ये किसी फ़र्द का या उन चंद अफराद का कमाल नहीं है, ये अल्लाह ताला का फजल है कि बरकत डालता है और दिलों को बदलता है। और हज़रत मसीह ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ചില വ്യക്തികളുടെയോ പ്രവർത്തനമല്ല, ये दलील है। മറിച്ച് ഹൃദയത്തെ മാറ്റുക എന്നതും അതിൽ ബർക്കത്ത് ഇടുക എന്നതും അള്ളാഹുവിന്റെ ഫളലാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ वो लोग പൂർത്തിയാകുന്നു എന്നതിനുള്ള തെളിവാണിത്. से वही करेंगे। അള്ളാഹു बस ആ മഹാത്മാവിനോട് പറഞ്ഞിരുന്നു, യൻസുറുക റിജാലൻ നൂഹി ഇലൈഹിം മിനസ് സമായി, तो जो हुई ആകാശത്ത് നിന്ന് നാം ദിവ്യബോധനം നൽകുന്നവർ നിന്നെ സഹായിക്കുന്നതാണ്. उनके दिलों को ഉദ്ദേശവും कि हर वक्त നിയ്യത്തും എല്ലാം നന്മയിൽ അധിഷ്ഠിതമാവുകയും അതിലേക്ക് ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്തപ്പോൾ, അള്ളാഹുവിലേക്ക് അവർ തിരികെയും ചെയ്തപ്പോൾ, के मिशन को आगे बढ़ाने का काम എപ്പോഴും ത്യാഗത്തിന് തയ്യാറായിരിക്കുമാറ് അള്ളാഹു അവരുടെ ഹൃദയത്തെ തുറക്കുകയുണ്ടായി. मस्जिदें बना दो, यानी वो मस्जिदें ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും खुदा और ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനായി മസ്ജിദുകൾ നിർമ്മിക്കുക എന്ന ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആജ്ഞയെ നടപ്പിൽ വരുത്തുന്നതിനും അവർ തയ്യാറായി. इस तरह खूबसूरत रंग में मुतारफ होता है कि दुनिया इसकी खूबसूरती देखकर दंग रह जाती ആ മസ്ജിദുകൾ നിർമ്മിക്കുന്നവർ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നവരായിരിക്കും. ഇത് മുഖേന ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനം ലോകസമക്ഷം സമർപ്പിക്കപ്പെടുന്നതാണ്. അത് കണ്ട് ലോകം അന്തം വിട്ടു നിൽക്കുന്നു. അതുകൊണ്ട് ജമാഅത്തങ്ങൾ സ്ഥലപ്രവർത്തിക്കായി തങ്ങളുടെ അവസ്ഥ മാറ്റാൻ ശ്രമിക്കുക. ईमान और इखलास में അപ്പോൾ അവരുടെ കഴിവും പ്രാപ്തിയും എല്ലാം അള്ളാഹു വിശാലമാക്കി കൊടുക്കുന്നതാണ്. हमेशा बढ़ाता रहे। ഇവിടെ മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിലും അള്ളാഹു ഈ ഒരു വ്യാപ്തി നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർശനത്തിൽ മുമ്പത്തേക്കാൾ ഉപരി ആത്മാർത്ഥതയും കൂറും मालिक में से है വർദ്ധിച്ചതായി എനിക്ക് കാണാൻ സാധിച്ചു. तरबियत की तरफ ഇവരുടെ വിശ്വാസവും ആത്മാർത്ഥതയും അള്ളാഹു എപ്പോഴും വർദ്ധിപ്പിച്ചു നൽകട്ടെ. ഓരോ അഹമ്മദിയുടെയും ഇഖ്ലാസും ഈമാനും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. തർബിയത്ത് കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തപ്പെടേണ്ട യൂറോപ്യൻ നാടുകളിൽപ്പെട്ട ഒന്നാണ് നോർവേ की नजरों में ജമാഅത്തും. शर्मो हया ഭൗതികതയോടാണ് കൂടുതൽ താൽപര്യം. ये अज़्म और ഇപ്രാവശ്യം കാര്യങ്ങൾ ഉപദേശിച്ചപ്പോൾ अपनी कमजोरियां അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും യുവതി യുവാക്കളും वाकफीन नौ മുതിർന്നവരും वाकफात नौ ने इस बात का इजहार किया जब मैंने അവരുടെ മുഖങ്ങളിൽ നിന്ന് എനിക്ക് നാണവും വ്യസനവും ദർശിക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ബലഹീനതകൾ ദൂരീകരിക്കുന്നതാണെന്ന ദൃഢനിശ്ചയം അവരിൽ പ്രകടമായി. വാക്കിഫീനെ നൗ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ക്ലാസ്സിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഈ ദൃഢനിശ്ചയം അവരിലും കണ്ടതാണ്. വാക്ഫേന പെൺകുട്ടികളിൽ ഇത് വളരെ കൂടുതൽ കണ്ടു. ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ മാറ്റും എന്ന് മാത്രമല്ല, होती रही हैं ഞങ്ങളുടെ ചുറ്റുപാടിന്റെ അവസ്ഥയും മാറ്റുന്നതാണ് എന്നവർ വാക്ക് തരികയുണ്ടായി. बल्कि അതേപോലെ ഞങ്ങളുടെ വസ്ത്രധാരണത്തിലും പർദ്ദാപാലനത്തിലും വന്ന വീഴ്ചകൾ ഞങ്ങൾ പരിഹരിക്കുന്നതും ഒരു അഹമ്മദി പെൺകുട്ടിയുടെ നിലവാരം കൈവരിക്കാൻ ശ്രമിക്കുന്നതാണെന്നും ജമാഅത്തിനകത്തും പുറത്തും ഒരു മാതൃകാപരമായ ജീവിതം നയിക്കുന്നതാണെന്നും അവർ പറയുകയുണ്ടായി. और दुनिया അള്ളാഹു തആല അവർക്കും ലോകത്തുള്ള ഓരോ അഹമ്മദി പെൺകുട്ടിക്കും का सही नमूना हो। ആൺകുട്ടിക്കും അവർ അഹമ്മദിയത്തിന്റെ യഥാർത്ഥ പ്രതീകങ്ങളായി മാറുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സംസ്കരണം സാധ്യമായി കഴിഞ്ഞാൽ हाल नार्वे की ഭാവി തലമുറയുടെ തർബിയത്തും നടക്കുമെന്ന ഗ്യാരണ്ടി നമുക്ക് ലഭിക്കുന്നതാണ്. से बेहतरी नजर आई है। അള്ളാഹുവാണ് ബർക്കത്തിടുന്നത്. मैं गैरों के साथ जो प्रोग्राम होते रहे നോർവേ ജമാഅത്ത് जिक्र कर देता हूँ। ഈ 5 വർഷത്തിനിടയിൽ വളരെയധികം उसका भी शुक्र പല കാര്യങ്ങളിലും മെച്ചപ്പെട്ടതായി എനിക്ക് അനുഭവപ്പെട്ടു. अपने हालात की वजह से മറ്റുള്ളവരോടൊപ്പം जुलाई में वहाँ നോർവേയിൽ നടന്ന പരിപാടികളെക്കുറിച്ചും അല്പം വിവരിക്കാം. നോർവേ ഗവൺമെന്റിന് നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജൂലൈ മാസത്തിൽ അവിടെ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും അതേപോലെ അവർക്ക് ലഭിച്ച മറ്റ് അറിവുകളുടെയും അടിസ്ഥാനത്തിലും സെക്യൂരിറ്റിയുടെ വളരെ നല്ല സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഞാൻ അവിടെ താമസിച്ച അത്രയും ദിവസം മസ്ജിദിലും എന്റെ കൂടെയും സെക്യൂരിറ്റി സംവിധാനം ഉണ്ടായിരുന്നു. അള്ളാഹു അവർക്ക് അതിനുള്ള പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരു പാർലമെന്റ് മെമ്പർ പാർലമെന്റ് ഹൗസിൽ സന്ദർശിക്കാനുള്ള ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. അതിൽ 4-5 പാർലമെന്റ് മെമ്പർമാരും ഉണ്ടായിരുന്നു. यहाँ छोटी सी रिसेप्शन भी थी। ചെറിയൊരു റിസപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെയും വളരെ നല്ല പ്രോഗ്രാമാണ് നടന്നത്. प्रेसिडेंट അവിടുത്തെ പാർലമെന്റ് പ്രസിഡന്റ് तो हमारे यहाँ स्पीकर कहलाते हैं
ഇവിടെ സ്പീക്കർ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ പറയാറുള്ളത്. उनसे भी मुलाकात हुई। അൻഡർബൺസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവുമായി മുലാഖാത്ത് നടത്താൻ സാധിച്ചു. ജമാഅത്തിനെ കുറിച്ച് അദ്ദേഹത്തോട് വിശദമായി बेसत का मकसद സംസാരിക്കാൻ അവസരം ലഭിച്ചു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ദേശ്യം, ആ മഹാത്മാവിനെ കുറിച്ചുള്ള തിരുനബിയുടെ പ്രവചനം എല്ലാം വിശദമായി വിവരിക്കുകയുണ്ടായി. ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. എന്തായിരുന്നാലും പല കാര്യങ്ങളും സംസാരിക്കുകയുണ്ടായി. इसी तरह मुख्तलिफ अखबारात ഇതേപോലെ और रेडियो വിവിധ പത്രങ്ങളുടെയും चैनल के नुमाइंदों ने इंटरव्यू भी लिए। റേഡിയോ ടി വി ചാനലുകളുടെയും പ്രതിനിധികൾ कुल आबादी ഇന്റർവ്യൂ എടുത്തു. നോർവേ ചെറിയൊരു നാടാണ്. മൊത്തം ജനസംഖ്യ जो 5 മില്യനാണ്. लिया उसकी जो सर्कुलेशन है 3,50,000 ഇന്റർവ്യൂ എടുത്ത പത്രത്തിന്റെ സർക്കുലേഷൻ 3,50,000 इंटरव्यू लिया। मस्जिद का मकसद इस्लाम की तालीम നല്ല രീതിയിലാണ് ഇന്റർവ്യൂ നടന്നത്. मकसद है മസ്ജിദിന്റെ ലക്ഷ്യം, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, ജമാഅത്ത് അഹ്മദിയയുടെ ലക്ഷ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തങ്ങളുടെ ഇന്റർവ്യൂവിൽ അവർ ഉൾപ്പെടുത്തി. അവ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും റേഡിയോയിലും ടി വി ചാനലുകളിലും സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ഇതിനുവേണ്ടി നല്ല സമയം തന്നെ അവർ നൽകുകയും ചെയ്തു. और खलीफा वक्त का क्या ताल्लुक है, ജമാഅത്തും क्या करने आए हैं, इस किस्म के सवालात थे जिनके बड़े तफसीली जवाब। ഖലീഫയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും और इसका फिर खुद भी मुशाहिदा उन्होंने किया जब वो बाहर ഇവിടേക്കുള്ള വരവിന്റെ ഉദ്ദേശം എന്താണെന്നും മറ്റും ചോദിക്കുകയും पूछ लेते അതിന്റെ വിശദമായ മറുപടി അവർക്ക് നൽകുകയും ചെയ്തു. जज्बाती ताल्लुक होता മാത്രമല്ല അവർ ഇതെല്ലാം സ്വയം അനുഭവിക്കുകയും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജമാഅത്ത് അംഗങ്ങളോട് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല ജമാഅത്ത് അംഗങ്ങൾക്ക് ഖിലാഫത്തിനോടുള്ള ആ പ്രത്യേക ആവേശം അവർ വിവരിക്കുമ്പോൾ അവയെല്ലാം ഒന്നുകൂടി ഇവരെ സ്വാധീനിക്കുകയുണ്ടായി. ഇവിടെ ജമാഅത്തും ഖിലാഫത്തും രണ്ടും ഒരേ ഒരു അസ്തിത്വമായി മാറിയിരിക്കുന്ന ഒരു ജമാഅത്താണ് ഇതെന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. हवाले से बातें होती रहीं, മുസ്ലിങ്ങളെ കുറിച്ചും പല കാര്യങ്ങളും സംസാരമധ്യേ വന്നു. क्यों नहीं कहने देते, और മറ്റു മുസ്ലിങ്ങൾ എന്താണ് പറയുന്നതെന്നും നിങ്ങൾ എന്താണ് പറയുന്നതെന്നും എന്തുകൊണ്ട് നിങ്ങളെ മസ്ജിദ് ഉണ്ടാക്കാൻ അനുവദിക്കുന്നില്ലെന്നും നിങ്ങളെ മുസ്ലിങ്ങളെ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും മറ്റും വിശദമായി സംസാരിക്കുകയുണ്ടായി. नॉर्वे में जब हमारी रिसेप्शन हुई है मस्जिद की, उसमें നോർവേയിൽ നമ്മുടെ റിസപ്ഷൻ നടന്നപ്പോൾ तकरीबन वहाँ लोकल അവിടെ 120 के करीब अफराद थे, जिनमें से ഏകദേശം 11 पार्लियामेंटेरियन 120 നോർവീജിയൻ ആളുകളാണ് പങ്കെടുത്തിരുന്നത്. खातून हैं जो 11 പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. वज़ीर आज़म का पैगाम भी उन्होंने पढ़ा। അവിടുത്തെ പ്രതിരോധ മന്ത്രി उसके से पहले भी ഒരു സ്ത്രീയാണ്. അവർ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായി അവിടെ വന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദേശം അവർ വായിച്ചു കേൾപ്പിച്ചു. ഇതിനു മുമ്പും അവരോട് വിശദമായി ചില കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞു. इन्होंने जिक्र किया था, उनको पहले ही मैंने भी कहा था कि मैंने पैगाम भी आपको भेजा था और आपके दर्द को हम महसूस करते हैं, क्योंकि हमारे അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ അവർക്ക് എഴുതിയിരുന്നു. നിങ്ങളുടെ ദുഃഖം ഞങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും, കാരണം ഞങ്ങളുടെ ആളുകളെയും ലാഹോറിൽ ഇതേ രീതിയിൽ വധിക്കുകയുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. फिर इसी तरह उनको जमाती खिदमात जो हैं इंसानी ജമാഅത്ത് ചെയ്യുന്ന ആതുര സേവനങ്ങളെക്കുറിച്ചും तिबी खिदमात उनके बारे में വിദ്യാഭ്യാസ സേവനങ്ങളെക്കുറിച്ചും तो बड़ी ആരോഗ്യ രംഗത്തുള്ള സേവനങ്ങളെക്കുറിച്ചും വിശദമായി വിവരിച്ചപ്പോൾ അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? പിന്നീട് അവർ പറഞ്ഞു, उन्होंने वापस जाना था। ഞാൻ കുറഞ്ഞ സമയത്തിനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ऐसा हुआ कि जो രാത്രി 7:45 मुकर्रीन थे അവർക്ക് തിരിച്ചു പോകേണ്ടിയിരുന്നു. എന്നാൽ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ അല്പം കൂടുതൽ സമയം എടുത്തതുകൊണ്ട് എന്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ 7:45 എന്നാൽ അവർ അവിടെ തന്നെ ഇരുന്നു. मैंने देखा है कि എന്റെ പ്രസംഗവും ദീർഘമുള്ളതായിരുന്നു. सुनने के आदी नहीं ये लोग, കനേഡിയൻ बातें तकरीबन 50 നാടുകളിൽ 30-35 മിനിറ്റിനേക്കാളും കൂടുതൽ ഒന്നും കേൾക്കാൻ ഇവർ തയ്യാറാകില്ല എന്നാണ് എന്റെ അനുഭവം.
और फिर എന്റെ പ്രഭാഷണം ഏകദേശം 50 മിനിറ്റോളം നീണ്ടുപോയി. പിന്നീട് ഞാൻ ക്ഷമാപണം നടത്തുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല, ഇന്ന് ഞാൻ എന്റെ സമയം ശരിയായ രീതിയിൽ വിനിയോഗിച്ചു എന്നാണ് കരുതുന്നത്. അതിനുശേഷം ഇരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. 7:45 പോകാനായി വന്നവർക്ക് 9:30 എഴുന്നേൽക്കാൻ തോന്നുന്നില്ലായിരുന്നു. പല കാര്യങ്ങളും സംസാരിക്കുകയുണ്ടായി. മസ്ജിദിന്റെ റിസപ്ഷനിൽ ഞാൻ പറഞ്ഞത്, മസ്ജിദ് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള സ്ഥലമാണ്. ദൈവത്തെ ആരാധിക്കാനാണ് ആളുകൾ ഇവിടെ വരുന്നത്. അതുകൊണ്ട് തീവ്രവാദ ചിന്തകളോ അശാന്തി പരത്തുവാനോ ഇവിടെ വരുന്നവരിൽ ചിന്തയെ വരികയില്ല. വിശുദ്ധ ഖുർആനെതിരിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിലും ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കനേഡിയൻ നാടുകളിലുമുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെയും തിരു ഹദീസുകളുടെയും വെളിച്ചത്തിൽ പല കാര്യങ്ങളും അവരുടെ മുമ്പാകെ എനിക്ക് വിവരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ വിവരിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ അസ്വസ്ഥനായി ജനങ്ങളെ നിർമാർഗത്തിലാക്കാനായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ജനങ്ങൾ ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത്. ലോകത്തെ പിടിച്ചടക്കണമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യമായിരുന്നതെങ്കിൽ രാത്രി ഈ രീതിയിൽ അസ്വസ്ഥനായി പ്രാർത്ഥിക്കേണ്ട കാര്യമെന്തിരിക്കുന്നു? ഈ പ്രാർത്ഥന ഈ ലോകത്ത് സമാധാനം നിലനാട്ടാൻ വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് പാരത്രിക ജീവിതത്തിലും ശാന്തി സുരഭിലമായ ജീവിതം നയിക്കാനായിരുന്നു. ഏതായിരുന്നാലും വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. വളരെ വിശദമായി കാര്യങ്ങൾ അവരോട് സംസാരിക്കാൻ സാധിച്ചു. കാർമാക്കിന്റെ പ്രസിഡന്റും അവിടെ വന്നിരുന്നു. കനേഡിയൻ നാടുകളിൽ പാർട്ടികളെല്ലാം ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. സിസ്റ്റർ പാർട്ടി എന്നാണ് അറിയപ്പെടുക. അവർ പരസ്പരം സഹകരിക്കുന്നുണ്ട്. ഇവിടെ പ്രസിഡന്റ് സാഹിബ് ഇപ്പോൾ ഗവൺമെന്റുള്ള പാർട്ടിയുടെ സ്വീഡനിലുള്ള പാർട്ടി മെമ്പറാണ്. അദ്ദേഹം വന്ന് നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത്. അദ്ദേഹം ഇവിടെ നേരത്തെ ജൽസയിൽ പങ്കെടുക്കാനായി വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജൽസയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ഇസ്ലാമിന്റെ ശരിയായ ചിത്രം സമർപ്പിക്കുന്ന പ്രസ്ഥാനമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. ഇവരിൽ നിന്നും ഒരുവിധ ഭീഷണിയും ഇല്ല. ശാന്തിയുടെ യഥാർത്ഥ ധ്വജവാഹകരാണിവർ. ഇതേപോലെ മുൻ പ്രൈം മിനിസ്റ്റർ മസ്ജിദ് കാണാൻ വരുന്നുണ്ടെന്നും മുലാഖാത്ത് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും സന്ദേശം ലഭിച്ചു. ഇക്കാര്യത്തിൽ ഹ്യൂമാനിറ്റി റൈറ്റ്സ് ഓർഗനൈസേഷന്റെ നോർവേ പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹവുമായും വിശദമായി സംസാരിക്കാൻ സാധിച്ചു. ജമാഅത്തിന്റെ സേവനങ്ങൾ എന്തെല്ലാമാണെന്നും എന്നാൽ ജമാഅത്തിന് ഏതെല്ലാം രീതിയിലുള്ള എതിർപ്പുകളാണ് ലോകത്ത് നേരിടേണ്ടി വരുന്നതെന്നും മറ്റും വിശദമായി സംസാരിക്കുകയുണ്ടായി. ഈ മസ്ജിദ് മുഖേനയും ജമാഅത്ത് അറിയപ്പെടുകയുണ്ടായി. ആഗോളതലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന വേൾഡ് ആർക്കിടെക്ചർ ന്യൂസ് എന്ന പത്രം ഓൺലൈനിലുണ്ട്. ഇതിൽ മാസത്തിൽ 10-11 മില്യൺ സന്ദർശകർ ഉണ്ടാകും. ഇവർക്ക് ആഴ്ചതോറുമുള്ള ഈ ന്യൂസ് ലെറ്ററുമുണ്ട്. 147 ആളുകൾക്ക് ഇതിലൂടെ ഇമെയിൽ അയക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആഗോളതലത്തിലുള്ളവരും വിദ്യാർത്ഥികളും നിർമ്മാണ സ്ഥാപനങ്ങളുമാണ് അതിന്റെ മെമ്പർമാർ. ഈ പത്രവും വെബ്സൈറ്റും മസ്ജിദിന്റെ ഫോട്ടോയും ന്യൂസും നൽകുകയുണ്ടായി. ഉത്തര യൂറോപ്പിലെ ഏറ്റവും വലിയ പള്ളി നിർമ്മിക്കപ്പെട്ടു എന്നും അതിന്റെ ഉദ്ഘാടനത്തിനായി അഹമ്മദിയ ജമാഅത്തിന്റെ നേതാവ് വന്നിട്ടുണ്ടെന്നും ഇത് ഒരു പ്രത്യേക അടയാളമാണെന്നും പ്രത്യേക രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യപ്പെട്ടതെന്നും
तो इस लिहाज से भी മസ്ജിദ് സമാധാനത്തിന്റെ അടയാളമാണെന്നും അതിൽ ന്യൂസ് നൽകിയിട്ടുണ്ട്. काफी लंबी तफसील ഞാൻ ചുരുങ്ങിയ രീതിയിലാണ് വിവരിച്ചത്. മസ്ജിദിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് വളരെ വിശദമായി അതിൽ വിവരണം നൽകിയിട്ടുണ്ട്. फिर सिस्कॉन मीडिया है, इंटरनेट टेक्नोलॉजी और मैगजीन पब्लिशिंग, इसका भी एक अहम नाम है. ഇന്റർനെറ്റ് ടെക്നോളജിയുടെയും മാഗസിൻ പബ്ലിഷിന്റെയും और इस्लाम की तालीम के हवाले से പേരുകേട്ട sis.com മീഡിയക്കും നല്ല സ്ഥാനമാണുള്ളത്. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അതിൽ വരുന്നത്. മസ്ജിദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെയും അഹമ്മദിയത്തിനെയും പരിചയപ്പെടുത്തുകയുണ്ടായി. അതേപോലെ പള്ളി ഉദ്ഘാടനവും റിസപ്ഷനുമായി ബന്ധപ്പെടുത്തിയും ന്യൂസ് നൽകിയിട്ടുണ്ട്. നോർവീജിയൻ പ്രതിരോധ മന്ത്രിയുടെ മസ്ജിദ് റിസപ്ഷൻ നടത്തിയ പ്രസ്താവനയും അതിൽ ചേർത്തിട്ടുണ്ട്. നോർവേ നിർമ്മാണത്തിൽ മതങ്ങൾക്കും വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കുമായി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കേണ്ടതാണ്. എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇന്നിവിടെ നാം കാണുന്നത് പോലെ നമ്മുടെ മസ്ജിദ് റിസപ്ഷനിലാണ് ഇവരിത് പറയുന്നത്. ഇത് ഒരു ആരാധനാലയം മാത്രമല്ല, എനിക്കിവിടെ പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്നു. നോർവേയിൽ നടന്ന കൂട്ട നരഹത്യയെ അപലപിച്ചുകൊണ്ട് ഞാൻ നൽകിയ പ്രസ്താവനയും അവർ അതിൽ എടുത്തുകൊടുത്തിട്ടുണ്ട്. നോർവേയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഹംബർഗിലാണ് തങ്ങിയത്. അവിടെ 2 പാർലമെന്റ് മെമ്പർമാരെ കാണാൻ വന്നിരുന്നു. പാർലമെന്റിൽ അവർക്ക് നല്ല സ്ഥാനമാണ് ഉള്ളത്. ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരോട് വിശദമായി മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ ചില കാര്യങ്ങളും അവരോട് ആരാഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിനുള്ള മറുപടി തയ്യാറാക്കിക്കൊണ്ട് ഞങ്ങൾ വന്നിട്ടില്ല എന്ന്. ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചും ഞാൻ അവരോട് സംസാരിച്ചു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം എന്താണെന്ന് കൽപ്പിച്ചു. അതേപോലെ ചില പാശ്ചാത്യ നാടുകൾ എന്താണ് ചെയ്യുന്നത് എന്നെല്ലാം വിശദീകരിച്ചു. നമ്മുടെ 2 സഹോദരന്മാരാണ് അവരെ കൊണ്ടുവന്നിരുന്നത്. പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹം അവരോട് പറയുകയുണ്ടായി, നിങ്ങളുടെ ഖലീഫ എനിക്ക് പുതിയ ചിന്താധാരയാണ് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ ഒറ്റ രീതിയിലാണ് ചിന്തിച്ചിരുന്നത്. ഇനി ഈ ചിന്താധാരയിലൂടെ ആലോചിച്ചുകൊണ്ട് ലോകത്ത് സമാധാനമുണ്ടാക്കാൻ എങ്ങനെ കഴിയും എന്ന് നോക്കണം. ഞാൻ അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. സമാധാനം സ്ഥാപിക്കണമെന്ന് മുദ്രാവാക്യം വിളിക്കുന്ന അതേ ശക്തികൾ തന്നെയാണ് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇത് മുഖേന സമാധാനം എങ്ങനെ സ്ഥാപിക്കപ്പെടാനാണ്? സമാധാനത്തിന്റെ പേരും പറഞ്ഞ് അക്രമ പരമ്പരയാണ് അയച്ചുവിടുന്നത്. ലിബിയ നമ്മുടെ മുമ്പിലുണ്ട്. ഏതായിരുന്നാലും കുറച്ചൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നത് സമാധാനം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മടങ്ങി വരിക എന്നാണ്. അതല്ലാതെ സ്വന്തം അഹം പെരുപ്പിക്കാനോ വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കാനോ ഭൗതിക നേട്ടം കൊയ്യാനോ നോക്കരുത്. വിശുദ്ധ ഖുർആന്റെ സുന്ദര പാഠം ഇതാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ സമാധാനം നിലനിൽക്കും. അല്ലെങ്കിൽ സമാധാനം ലോകത്തുണ്ടാവില്ല. അവർക്ക് മനസ്സിലായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണെന്നും തന്റെ പരിധിയിലുള്ള മറ്റുള്ളവരെ ഈ സന്ദേശം എത്തിക്കുന്നതാണെന്നും അവർ പറയുകയുണ്ടായി. यहाँ से एक दिन हम डेनमार्क के एक शहर ഇവിടെ നിന്ന് ഒരു ദിവസത്തേക്ക് वहाँ भी गए. ഡെൻമാർക്കിലെ പട്ടണമായ നാറ്റ്സ്കോയിലേക്ക് പോയി. अल्बानियन और बोस्नियन लोगों की जमात है, तकरीबन 100 के നമ്മുടെ അൽബാനിയൻ, ബോസ്നിയൻ पाकिस्तानी नहीं है. എന്നിവിടങ്ങളിലുള്ള ആളുകളുടെ ഒരു ചെറിയ ജമാഅത്താണുള്ളത്. ഏകദേശം 100-നടുത്ത് ആളുകളാണ് ഉള്ളത്. ഞാൻ കരുതുന്നത് ഒരു പാകിസ്ഥാനി പോലും അവിടെ ഇല്ല എന്നാണ്. ഞാൻ അവിടെ ചെല്ലണം എന്ന ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. നല്ല ആത്മാർത്ഥതയുള്ള ജമാഅത്താണ്. അതുകൊണ്ട് പല പ്രയോജനവും ഉണ്ടായി. തർബിയത്ത് പരമായ പല പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. ചില വീട്ടുകാർ ഇഖ്ലാസിലും കൂറിലും മുൻകടന്നത് കണ്ട് അത്ഭുതം തോന്നുന്നു.
അവർ മുമ്പ് കണ്ടിട്ടില്ല. वहाँ लिया है। കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വളരെ ആത്മാർത്ഥരായവരാണ്. എല്ലാവരുമായി മുലാഖാത്ത് നടത്തി. ഒരു രാത്രിയാണ് അവിടെ തങ്ങിയത്. അവിടെ പോയത് വളരെ പ്രയോജനം ചെയ്തു. അവിടെ ജമാഅത്ത് ഒരു സെന്റർ വാങ്ങിയിട്ടുണ്ട്. അവിടെ ജമാഅത്ത് നമസ്കാരവും ജുമുഅയും എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് മസ്ജിദിന്റെ രൂപം നൽകിയിരിക്കുന്നു. അവിടുത്തെ तो वहाँ मैंने മേയറുടെ പ്രതിനിധി, ഡെപ്യൂട്ടി മേയറും മറ്റു ചില ഉന്നത വ്യക്തികളും വന്നിരുന്നു. അവരുമായും മുലാഖാത്ത് നടത്തി. ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾക്കിവിടെ മസ്ജിദ് ഉണ്ടാക്കാനുള്ള സ്ഥലം ലഭിക്കുകയാണെങ്കിൽ മസ്ജിദ് നിർമ്മിക്കുന്നതായിരിക്കും. അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്ഥലം കിട്ടാതിരിക്കാൻ ഒരു കാരണവുമില്ലെന്നും നിങ്ങൾ സമാധാനപ്രിയ ജമാഅത്താണെന്നും ഞങ്ങൾക്കറിയാമെന്നും അവർ പറയുകയുണ്ടായി. ഇപ്പോൾ മസ്ജിദിന്റെ രൂപം നൽകിയ ഈ സ്ഥലത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ എതിരാളികളായ ചിലർ വന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ നഗരസഭയും പോലീസും നമ്മോട് നല്ലപോലെ സഹകരിച്ചിരുന്നു. ശത്രുത അവിടെ ഉണ്ട്. लेकिन उसके बावजूद എന്നിരുന്നാലും അഹമ്മദിയത്തിന്റെ സന്ദേശം, ഇസ്ലാമിന്റെ സന്ദേശം അവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. वो पहुंच रहा है और पढ़े लिखे വിദ്യാസമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ അഹമ്മദിയത്ത് യഥാർത്ഥ ഇസ്ലാമിന്റെ ചിത്രമാണ് സമർപ്പിക്കുന്നത് എന്നത് इस्लाम है। അറിയാവുന്നതാണ്. ഇവർ സമാധാനകാംക്ഷികളാണെന്ന് അവർക്കറിയാം. ഇതുകൊണ്ട് വലിയ പ്രയോജനമാണുള്ളത്. സന്ദർശന സമയത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളും ജനങ്ങൾക്കിടയിൽ ഈ സന്ദേശം കൂടുതലായി വ്യാപിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നു. തിരിച്ചു വരുമ്പോൾ ബ്രസീലിൽ बेल्जियम में ആദ്യത്തെ പള്ളിയായ ബൈത്തുൽ മുജീബിന് തറക്കല്ലിടുകയുണ്ടായി. उसकी ഈ മസ്ജിദും ഒരു വർഷം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. ഇൻഷാ അല്ലാഹ്. ये मस्जिद भी उम्मीद है कि अब एक മനോഹരമായ മസ്ജിദാണ് നിർമ്മിക്കുന്നത്. ബെൽജിയത്തെ ആദ്യത്തെ പള്ളിയാണിത്. पहली मस्जिद होगी बेल्जियम की। ദിൽബിക്കസ് എന്ന സ്ഥലത്ത് നമ്മുടെ മിഷൻ നേരത്തെ ഉണ്ട്. അവിടുത്തെ മേയറും പാർലമെന്റ് മെമ്പർമാരും വന്നിരുന്നു. वहाँ के मेयर भी आए हुए थे। അവരെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയത്. उन सब ने अच्छे ख्यालात का इजहार किया പാർട്ടി പ്രതിനിധികളും ഉണ്ടായിരുന്നു. और कुछ दूसरी पार्टीज के नुमाइंदे भी थे। ജമാഅത്തിന്റെ പ്രവർത്തനത്തെയും बात की तालीम അധ്യാപനത്തെയും അവരെല്ലാവരും തന്നെ ശ്ലാഘിക്കുകയുണ്ടായി. बल्कि മേയർ ഈ പ്രോഗ്രാമിന്റെ अपने तासरात में बाद में कहा कि उन्होंने സിഡികളും ഫോട്ടോയും എല്ലാം തരാൻ അപേക്ഷിച്ചു. दो सारे प्रोग्राम എന്നിട്ട് പറഞ്ഞു, ഞാൻ ജമാഅത്തിന്റെ ഈ പള്ളിയും നിങ്ങളുടെ പരിപാടികളും की कौन സമാധാനത്തിന്റെ സന്ദേശവും എല്ലാം और इनको इस बात മറ്റു കൌൺസിൽ അംഗങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള മനോഹര മസ്ജിദും ചുറ്റുപാടും ഉണ്ടായി വരണമെന്ന് അവരോട് പറയുന്നതാണ്. मेरा खिताब जो था എന്റെ പ്രസംഗം കൌൺസിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇടാൻ ആഗ്രഹിക്കുന്നതായും പറഞ്ഞു. മൊറോക്കോയിലെ സവാദ് ഹൈദർ സാഹിബ് വന്നിരുന്നു. कौन है അദ്ദേഹം മുസ്ലിമാണ്. ब्रसेल पार्लियामेंट ബ്രസൽ പാർട്ടിയിലെ മെമ്പറാണ്. उन्होंने भी അദ്ദേഹം തന്റെ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ലോക മുസ്ലിങ്ങൾക്ക് ഖിലാഫത്തില്ലാതെ ഒരു ശോഭന ഭാവിയുമില്ല. उन्होंने ये भी कहा എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെയും അഹമ്മദിയത്തിന്റെയും സന്ദേശം जमात अहमदिया का എന്റെ സഹപ്രവർത്തകരിലും മറ്റെല്ലായിടത്തും കഴിവതും മറ്റ് മതസ്ഥർക്കിടയിലും या दूसरे ഞാൻ പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ്. हल्का अहबाब में शामिल दूसरे अफराद को जरूर पहुंचाएंगे। മാത്രമല്ല നമ്മുടെ മുബല്ലിഗ് സാഹിബിനോട് പറഞ്ഞു, बल्कि उन्होंने ഈ ആഴ്ച कहा कि सब എന്നെ വന്ന് കാണണം. ഇതിനു മുമ്പും पहले भी मुझे एक दो मिल चुके हैं। എന്നെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. വളരെ നല്ല മനുഷ്യനാണ്. ജമാഅത്തിനോട് നല്ല ബന്ധമാണ്. ധൈര്യശാലിയായ പൊതുപ്രവർത്തകനാണ്. കാര്യങ്ങൾ തുറന്നു പറയുന്നവനാണ്. अपने ख्यालात का അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ तो अल्लाह ताला के फजल से സന്ദർശനം കൊണ്ട് പത്രമാധ്യമങ്ങളുടെ ശ്രദ്ധ വരുന്നതും वारों की तवज्जो पैदा രാഷ്ട്രീയ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ശ്രദ്ധ നമ്മിലേക്ക് തിരിയുന്നതും വിദ്യാസമ്പന്നരായവരുടെ ശ്രദ്ധ നമ്മിലേക്ക് തിരിയുന്നതും കൊണ്ട് എത്രയോ ഫലമുണ്ടാകുന്നു. ഇതെല്ലാം നമ്മുടെ ये हमारी कोशिशें असल फल तो ചെറിയ പരിശ്രമങ്ങളാണ്. യഥാർത്ഥ ഫലം നൽകേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹു ഈ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. बल्कि एक ഒരു പ്രദേശത്തെ മേയർ അവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ വലിയ സന്തോഷമായി. इस तकरीब में शामिल होकर बेहद മിനിസ്റ്റർ ബ്രേ എഡ്യൂക്കേഷൻ യൂത്ത് ഫാസ്കസ് സ്മിത്ത് എന്റെ പട്ടണത്തിൽ ഔദ്യോഗിക സന്ദർശനത്തിനായി വരുന്നുണ്ട്.
മേയർ എന്ന നിലയിൽ എന്റെ സാന്നിധ്യം ഇന്നവിടെ അത്യാവശ്യമായിരുന്നു. എന്നിരുന്നാലും ഈ ചരിത്ര സംഭവത്തിൽ ഖലീഫത്തുൽ മസീഹ് ഇവിടെ വന്നിരിക്കെ ഞാനും ഇതിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരു സ്ഥലത്തെ ഡെപ്യൂട്ടി മേയർ പറയുകയുണ്ടായി, ഈ പള്ളിയുടെ അംഗീകാരം ലഭിക്കുന്നതിനായി ബൽജിയൻ ജമാഅത്തിനെ ഞാൻ സഹായിക്കുകയും അവരോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹുസൂറിന്റെ പ്രസംഗം കേട്ടതിനു ശേഷം ദൃഢമായി എനിക്ക് പറയാൻ സാധിക്കും, ജമാഅത്തിന് ഞാൻ നൽകിയിരിക്കുന്ന സഹകരണവും സഹായവും തികച്ചും ശരിയായതാണ്. ഇത് വെറും പള്ളിയല്ല, ഇത് ബെൽജിയത്തിനും ഈ പ്രദേശത്തുള്ളവർക്കും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരടയാളം കൂടിയായിരിക്കുമെന്ന ഖലീഫയുടെ വാക്കുകൾ എന്നെ ഏറെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ചുരുക്കത്തിൽ എല്ലാ നിലയിലും ഈ സന്ദർശനം വളരെ അനുഗ്രഹീതമാണ്. അള്ളാഹു ബർക്കത്ത് ഇട്ടു. ഇസ്ലാമിനെതിരിലുള്ള ഒരു പാർട്ടി കുറച്ച് ദിവസം മുമ്പ് ഈ മസ്ജിദ് ഒരു കാരണവശാലും ഉണ്ടാക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രചാരണം ഈ പ്രദേശങ്ങൾ നടത്തിയിരുന്നു. അവർ ഒരു പ്രകടനത്തിന് ദിവസവും നിശ്ചയിച്ചിരുന്നു. 2 ദിവസം മുമ്പാണ് പ്രകടനം നടന്നത്. ശനിയാഴ്ച നാം തറക്കല്ലിട്ടു. വ്യാഴാഴ്ചയായിരുന്നു പ്രകടനം. കുറച്ചുപേരെ അതിൽ പങ്കെടുത്തിരുന്നുള്ളൂ. ആരും അതിലേക്ക് ശ്രദ്ധിച്ചില്ല. അവിടെയുള്ള സംഘാടകർക്കുണ്ടായിരുന്ന മനപ്രയാസം തീരെ ഇല്ലാതാക്കുന്ന രീതിയിലായിരുന്നു അള്ളാഹുവിന്റെ പെരുമാറ്റം. ഇതെല്ലാം അള്ളാഹുവിന്റെ ഫളിലാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ പ്രയത്നം കുട്ടികളുടെ കളി മാത്രമാണ്. ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങളുടെ മനസ്സുകളിൽ വ്യാപിച്ചു കിടക്കുന്ന മാലിന്യം നമുക്ക് നീക്കാൻ സാധ്യമല്ല. ദൈവസ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറക്കാനും നമുക്ക് കഴിയില്ല. അവരെയെല്ലാം ഒന്നായി തീരുന്ന തരത്തിൽ അവർക്കിടയിൽ സംശുദ്ധമായ സ്നേഹം ഉണ്ടാക്കാനും നമുക്കാവില്ല. അതെല്ലാം അള്ളാഹുവിന്റെ ജോലിയാണ്. സഹാബ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഹുവല്ലസീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീന വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫത ബൈന ഖുലൂബിഹിം വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും ഇന്നഹു അസീസുൻ ഹകീം. തന്റെ സഹായം കൊണ്ടും വിശ്വാസികൾ കൊണ്ടും നിന്നെ സഹായിച്ച അല്ലാഹു അവരുടെ ഹൃദയത്തിൽ പരസ്പര സ്നേഹം ഇട്ടുകൊടുക്കുകയും ചെയ്തു. ഭൂമിയിലെ ഖജനാവ് ഒന്നടങ്കം ചെലവഴിച്ചിരുന്നെങ്കിലും ഈ രീതിയിലുള്ള സ്നേഹം ഇട്ടുകൊടുക്കാൻ നിനക്ക് കഴിയുമായിരുന്നില്ല. അള്ളാഹുവാണ് അവർക്കിടയിൽ ഈ അനുരാഗം ഇട്ടത്. അവൻ പ്രതാപവാനും യുക്തിജ്ഞനുമാകുന്നു. മുമ്പ് ഇത് ചെയ്തത് അള്ളാഹുവാണ്. ഇപ്പോഴും ഇത് ചെയ്യാൻ അവന് സാധിക്കുന്നതാണ്. ഭാവിയിലും അവനിൽ തന്നെ തവക്കുൽ ചെയ്യുന്നു. ആയിത്തീരാനുള്ള പ്രവർത്തനത്തിൽ അള്ളാഹുവിന്റെ ഫദ്ലിന്റെ ആത്മാവ് ഊതപ്പെടുന്നതാണ്. തോട്ടക്കാരൻ തന്റെ തോട്ടം നനയ്ക്കുമ്പോൾ അത് പുത്തൻ ഉണർവുള്ളതായിത്തീരുന്നു. ഇതേപോലെ അള്ളാഹു തന്റെ പ്രവാചകന്മാരുടെ പ്രസ്ഥാനങ്ങൾക്ക് വിജയവും നമോന്മേഷവും പ്രദാനം ചെയ്യുന്നു. തങ്ങളുടെ പദ്ധതികളാൽ ഉണ്ടാക്കുന്ന സ്വയംകൃത കക്ഷികൾക്കിടയിൽ അല്പം നാളുകൾക്കുള്ളിൽ പരസ്പര വിദ്വേഷവും അകൽച്ചയും ഉണ്ടാകുന്നു. ഏതുപോലെ ബ്രഹ്മു കുറച്ചുകാലം മുന്നേറി പിന്നീട് നിലച്ചു പോവുകയുണ്ടായി. ദൈനംദിനം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് മനുഷ്യചിന്തയിൽ നിന്നും ഉയർന്നു വന്ന ആശയമാണ്. ഇത് അള്ളാഹുവിന്റെ ജമാഅത്താണ്. ഇത് മുന്നേറിക്കൊണ്ടേയിരിക്കും. അള്ളാഹു തആല നമുക്കും അല്ലറ ചില്ലറ സേവനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഈ വിജയത്തിന്റെ ഭാഗമായി നമ്മുടെ സേവനവും മാറട്ടെ. നമ്മുടെ പ്രവർത്തനത്തിൽ അള്ളാഹു ബർക്കത്തിടുമാറാകട്ടെ. നമുക്ക് വിജയത്തിന്റെ കാഴ്ചകൾ കാണിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഒരു ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. ചൗധരി ഗുലാം ഖാദിർ സാഹിബിന്റെ ഭാര്യ ഖുർഷീദ് ബീഗം സാഹിബയുടേതാണ്. ഒക്ടോബർ 4 വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സദർ ലജ്ന എന്ന നിലയിൽ ദീർഘകാലം സേവനമനുഷ്ഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. തഹജ്ജുദ് നമസ്കരിക്കുന്ന സ്ത്രീയായിരുന്നു. നോമ്പും നമസ്കാരവും എല്ലാം കൃത്യമായി അനുഷ്ഠിക്കുമായിരുന്നു. നിത്യവും തിലാവത്ത് ചെയ്യുന്ന ശീലമുണ്ടായിരുന്നു.
കുട്ടികളുടെ നമസ്കാര കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചിരുന്നു, വസിയത്ത് ചെയ്തിരുന്നു. മുഹമ്മദ് ഇക്ബാൽ സാഹിബ് മഡഗാസ്കറിലെ മുബല്ലിഗാണ്. ഇവരുടെ മകൻ ജനാസയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവരുടെ ജനാസ ഗായിബ് നമസ്കാരത്തിന് ശേഷം അനുഷ്ഠിക്കുന്നതാണ്. അള്ളാഹു അവരുടെ പദവി ഉയർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر